ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് വളരെ സ്പെഷ്യലാണ്. ബിക്കോസ് റീസെൻ്റ്ലി എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്ത ഒരു 3 to 4 month പ്രിപ്പറേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ വെഡ്ഡിങ് കാർഡ് സെലക്ഷൻ ആയിരുന്നു. അപ്പോൾ വേറെ ആരുമില്ല, ഞങ്ങൾ 4 പേരും കൂടെ ട്രിവാൻഡ്രത്ത് ഒരു വെഡ്ഡിങ് കാർഡ് ഡീലറിനെ കണ്ടു. അവിടുന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല കാണാൻ ഭംഗിയുള്ള ഒരു 3 ടൈപ്പ് കാർഡ് സെലക്ട് ചെയ്തിരുന്നു. അപ്പോൾ കാർഡ് സെലക്ഷനൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ പ്രിൻ്റ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു. ഇനി നെക്സ്റ്റ് ഞങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത് വെഡ്ഡിങ് സാരി എടുക്കുന്ന ഷോപ്പ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അതിനായിട്ട് കോട്ടയത്തോട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഫേമസ് ആയിട്ടുള്ള വഴിയോരക്കടയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തിന് വരുന്നത് ചങ്ങനാശ്ശേരി. ഓക്കെ, നമ്മൾ ചങ്ങനാശ്ശേരിയിലുള്ള എം ലോഫ്റ്റിലോട്ട് പോവുകയാണ്. എന്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ചിക്കുൻ്റെ വെഡ്ഡിങ് സാരിയൊക്കെ ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ചിന്ന എൻ്റെ ഓടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ വീട്ടിൽ 7 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. പ്രഭുവൊക്കെ 6 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ വഴിയോരക്കടയിൽ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും ഞങ്ങൾ സാരി സെലക്ട് ചെയ്യാനാണോ ഫുഡ് കഴിക്കാനാണോ പോയെന്നൊരു ഐഡിയ ഇല്ല. ഞങ്ങൾ കുറച്ച് അധികം സ്ഥലത്ത് കയറി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എം ലോഫ്റ്റിൽ കയറിയിട്ട് ഞങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അന്ന് അവിടെ സ്റ്റോക്ക് കുറവായിരുന്നു, അതായിരുന്നു മെയിൻ റീസൺ. ഞങ്ങൾ ചെന്നപ്പോൾ സ്റ്റോക്ക് കുറവായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ കുറച്ച് ഷോപ്സിലൂടെ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ടുള്ള സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫുഡ് അടി തന്നെ ആയിരുന്നു. മെയിനായിട്ട് ഈ ഒരു ട്രിപ്പിൽ ഞങ്ങൾ കുറച്ച് അധികം ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിയിട്ട് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ടോസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ കോട്ടയത്തുള്ള ശീമാട്ടിയാണ്. അപ്പോൾ ശീമാട്ടിയിലും കയറിയിട്ട് ജസ്റ്റ് സാരീസൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ലെറ്ററൊക്കെ പ്രിൻ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഒന്നും വന്നിട്ടില്ല, കുറച്ച് അത്യാവശ്യമുള്ളത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു വിശ്വാസം അനുസരിച്ച് വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഞങ്ങൾ ലെറ്റർ ഒന്ന് പൂജിക്കുമായിരുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മളെല്ലാവരും പോവുകയാണ്. അമ്മയില്ല, ഞങ്ങൾ 3 പേരും കൂടെ പോവുകയാണ്. അപ്പം നമ്മുടെ വീടിനടുത്തുള്ള ഓരോരോ ക്ഷേത്രങ്ങളായിട്ട് ഞങ്ങൾ കവർ ചെയ്തു. ഇത് സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ചിങ്ങം 1 ഞങ്ങൾ പൂജിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ വീടിനടുത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പോയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ നമ്മുടെ നാട്ടിലെ ചെറിയൻകീഴിലെ ഫേമസ് ആയിട്ടുള്ള ശാർക്കര ദേവി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ശാർക്കര ടെമ്പിൾ. അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ചിങ്ങം 1 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല റഷാണ്. അപ്പോൾ അവിടെയും പോയിട്ട് ഞങ്ങൾ ലെറ്ററൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ വെഡ്ഡിങ്ങിന് ഇനിയും ദിവസമുണ്ട്. അപ്പോൾ നമ്മളിപ്പോഴേ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മൾ ലെറ്റർ പൂജിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് എപ്പോൾ വേണോ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഞങ്ങൾ യൂഷ്വലി എല്ലാ സൺഡേയ്സിലാണ് ഇങ്ങനെ വെഡ്ഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങുക. അങ്ങനെ ഒരു സൺഡേ ആയിരുന്നു ഇത്. കാരണം എല്ലാവരും ബിസിയാണ്, എനിക്ക് സ്കൂളിൽ പോകണം, അങ്ങനെ ഓരോരോ തിരക്കുകളാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചിക്കുന് അച്ഛൻ ഗിഫ്റ്റ് ചെയ്യുന്ന കാറ് നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കാറിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല, എനിക്കെന്നല്ല ഞങ്ങൾക്ക് 2 പേർക്കും വലിയ ഐഡിയ ഒന്നുമില്ല കാറിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയും ബാക്കി കാര്യങ്ങളെ പറ്റിയൊക്കെ. എന്നിരുന്നാലും കുറേ കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. അപ്പോൾ അച്ഛനാണ് അതിനെപ്പറ്റിയൊക്കെ കൂടുതലായിട്ട് സംസാരിക്കാനും കൂടുതലായിട്ട് പറയാനും അറിയാമെന്നുള്ള. അപ്പോൾ ഞങ്ങൾ ഓവറോൾ എങ്ങനെയുണ്ട് കളർ സെലക്ഷൻ, ഇതൊക്കെയാണ് ഞങ്ങളുടെ സൈഡെന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ബാലരാമപുരത്തോട്ട് പോയി. അപ്പോൾ ബാലരാമപുരം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കൈത്തറി വസ്ത്രങ്ങൾ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഇതുപോലത്തെ സെറ്റ് സാരീസും സെറ്റ് മുണ്ട് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു ദിവസം നമ്മൾ സെലക്ട് ചെയ്ത കാറിൻ്റെ കളർ ഈ ഒരു ബ്ലൂ കളറായിരുന്നു കാറിൻ്റെ കളറ്. അപ്പോൾ അതിൻ്റെ മോഡൽ ഒരു കാർ എത്തിയിട്ടുണ്ടെന്ന് ഞങ്ങളെ കാറിൻ്റെ ഡീലർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ ആ കാറൊന്ന് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സെലക്ട് ചെയ്ത അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്ലൂ കളറായിരുന്നു. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഫ്ലോപ്പ് ആവുമോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി ഞങ്ങൾ വേറൊരു ദിവസം
ഞങ്ങൾ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാനുള്ള സാരി നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്തെ പോത്തീസിലും ജയലക്ഷ്മിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ആരുമില്ല, ഞങ്ങൾ 4 പേരും തന്നെയാണ് എപ്പോഴും പോകുന്നത്. ഞങ്ങൾക്ക് കുറച്ചധികം സാരീസ് എടുക്കാനുള്ളത് കൊണ്ട് തന്നെ രാവിലെ തുടങ്ങിയതാണ്, തീർന്നപ്പോൾ ഏകദേശം രാത്രിയായി. ഇതിനിടയ്ക്ക് നമ്മളും ഓരോ സാരീസൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം നേരത്തെ എഫേർട്ടിന് ശേഷം ഞങ്ങൾ കുറച്ചധികം സാരീസ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെലക്ഷനേക്കാളും ബുദ്ധിമുട്ട് അവിടുന്ന് നമ്മൾ ഈ സാരി കെട്ടിട്ട് മേടിക്കുക എന്നുള്ളതാണ്. ഭയങ്കര റഷായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു പ്രോസസ്സ്. അവർ വളരെ സ്പീഡിന് എത്രയും പെർഫെക്ഷനോട് കൂടിയാണ് ചെയ്യുന്നത്. വളരെ ഭംഗിയുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് എല്ലാ സാരീസും മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ പർച്ചേസ് ഇതായിരുന്നു. വളരെ ഹ്യൂജായിട്ടുള്ളൊരു പർച്ചേസായിരുന്നു. ഓക്കെ, അങ്ങനെ ചിക്കുനിടയ്ക്ക് കേക്ക് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞങ്ങൾ വഴിയിലൊരു കടയിൽ ഇറങ്ങിയിട്ട് കുറച്ച് കേക്കൊക്കെ ട്രൈ ചെയ്തു. നന്നായിട്ട് ബേക്ക് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ നമുക്ക് ക്രേവിങ്സ് വരുമല്ലോ. അപ്പോൾ ഇന്നത്തെ പർച്ചേസ് ഇതായിരുന്നു. ഇനി ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾ അടുത്തൊരു പരിപാടിക്ക് ഇറങ്ങുകയാണ്. ഇതും ഷോപ്പിംഗ് തന്നെയാണ്. നമുക്കുള്ള സാരീസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ അവിടെ എൻ്റെ മദറിൻലോയും മാമനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് സാരി എടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത്, പക്ഷേ എടുത്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും ഈസി ആയിട്ടുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ചു. അതായത് കണ്ണമ്മാമനെ കുർത്ത എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് വേറൊരു കല്യാണം വരുന്നുണ്ട്, ഫ്രണ്ട്സിൻ്റെ കസിൻ്റെ കല്യാണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും സാരീസ് എടുക്കണം. അപ്പം ആസ് ഓൾവേസ് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സാരി സെലക്ഷനിൽ. അങ്ങനെ ഫൈനലി കുറച്ച് പേരൊക്കെ സാരി എടുത്തു. അമ്മ സാരി എടുത്തിട്ടുണ്ടായിരുന്നു, അമ്മ ഒരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാമി, അങ്ങനെ ഒരുവിധം എല്ലാവരും അവർക്ക് കല്യാണ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള സാരി നമ്മൾ ജയലക്ഷ്മിയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദേവുവിന് നമുക്കൊരു ഹാഫ് സാരി അല്ല, ട്രഡീഷണൽ ലെഹങ്ക പോലെ ഒരെണ്ണം സെറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജയലക്ഷ്മി നോക്കിയിട്ടൊന്നും സെറ്റായില്ല. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ പോത്തീസിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ഓൾട്രേഷനൊക്കെ ഇനി വരുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ 9 മണിക്ക് തുടങ്ങിയതാണ്, രാത്രി 10 മണിയായിട്ടും അവസാനിച്ചിട്ടില്ല. ഇപ്പം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ആറ്റിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ഞങ്ങൾ വീണ്ടും ഒരു സൺഡേ ഇറങ്ങുകയാണ്. അന്നൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അമ്മേനെ സർപ്രൈസ് ചെയ്യുകയാണ് ചിക്കു. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഗിഫ്റ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് അറിയാം ബർത്ത്ഡേ ആണെന്ന്, പക്ഷെ ഞങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല. അങ്ങനെ അമ്മ ഭയങ്കര സർപ്രൈസ്ഡായി. അപ്പോൾ പറഞ്ഞില്ല ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചിക്കുവിൻ്റെ മന്ത്രകോടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ കൊച്ചിക്ക് പോവുകയാണ്. ഞങ്ങൾ ഏകദേശം ഒരു 6:25 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കൊച്ചി വരെ പോകണം. ഇന്നൊരു ഫുൾ ഡേ ഇതിനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബീന കണ്ണൻ്റെ ഷീമാട്ടിയിലോട്ടാണ്. പോകുന്ന വഴി അപ്പോൾ ഞങ്ങൾ സ്ഥിരം കയറാറുള്ളൊരു സ്പോട്ടാണിത്. അതായത് വഹദ, അങ്ങനെയാണ് ആ ഒരു ഹോട്ടലിൻ്റെ പേര്. ഹോട്ടലുമായിട്ട് അറ്റാച്ച്ഡ് റെസ്റ്റോറൻറ്റിലാണ്. അപ്പം അവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളവിടെ കയറാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് മുന്നേ തന്നെ പ്രഭു ആൻഡ് ഫാമിലി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം സാരീസൊക്കെ നോക്കി. അപ്പോൾ ഞങ്ങൾക്ക് അധികം അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും ചിക്കുന് എപ്പോഴും ഒരു വെറൈറ്റി വേണം. അങ്ങനെ ഞങ്ങൾ ബീനാക്കണ്ണൻ്റെ പേഴ്സണൽ കളക്ഷൻസിലോട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഷീമാട്ടിയിൽ തന്നെ സ്പെഷ്യലായിട്ടൊരു ഫ്ലോറിലോട്ടാണ്. ആ ഒരു ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവായിട്ട് നമുക്ക് വേണ്ടിയിട്ട്, ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് തന്നെ 4-5ഓളം സ്റ്റാഫ് ഉണ്ടാവും. ആൻഡ് ബീന കണ്ണൻ പുള്ളിക്കാരിയുടെ സ്പെഷ്യൽ ഡിസൈൻസ് ആയിരിക്കും അവരിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ പീസും വളരെയധികം യുണീക്കാണ്. നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഏതാണ് ബെറ്റർ എന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വളരെ നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്. ആക്ച്വലി വീഡിയോസ് എടുക്കാൻ കുറച്ച് പ്രൊഹിബിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, എന്നാലും പറ്റുന്ന രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൺസ് നമ്മൾ സാരി ഫൈനലൈസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ വീഡിയോസും ഫോട്ടോസും എടുക്കാനായിട്ട് അവർ സമ്മതിക്കത്തുള്ളൂ. അപ്പോൾ
ഒത്തിരിയധികം കൺഫ്യൂഷൻസിന് ശേഷം ഫൈനലി ചിക്കു ഒരു 3 സാരി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡ്രേപ്പ് ചെയ്തതിന് ശേഷം അതിലേതാണോ ബെസ്റ്റ് എല്ലാവരും ചൂസ് ചെയ്ത ഒരെണ്ണമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഫസ്റ്റ് ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു ഒരു ഗോൾഡൻ ഷെയ്ഡ് വേണം എന്നുള്ളത്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏത് സെലക്ട് ചെയ്യും എന്നുള്ളത്. അപ്പോൾ പറഞ്ഞല്ലോ കാരണം ഒന്നിനേക്കാൾ മികച്ചതായിരിക്കും അടുത്തത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഒരു സാരി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത സാരി എന്ന് പറയുന്നത്. അപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ തന്നത്. ഇതിനു മുന്നേ ഒരു 3 to 4 സാരീസ് ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ കളറ് ഭയങ്കര അട്രാക്റ്റീവായിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴും ചിക്കുനൊരു കൺഫ്യൂഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ മെറൂൺ കളർ ഷെയ്ഡ് കോമൺ ആണ്. അപ്പോൾ കോമൺ അല്ലാത്തൊരു കളർ വേണം എന്നുണ്ടായിരുന്നു. എന്നാലും ഈ സാരിയുടെ പാറ്റേണും കളറും എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ഫൈനലായിട്ട് പാക്ക് ചെയ്ത് നമുക്ക് കിട്ടിയത്. അതോടൊപ്പം ഞങ്ങളും സാരീസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നിൻ്റെയും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, കാരണം ഒത്തിരി അധികം ഡിലേ ആയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം ഓൾമോസ്റ്റ് വെഡ്ഡിങ് പർച്ചേസ് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പ്രഭുവൊക്കെയാണ് പോയത്. ഞങ്ങൾ അതിന് ശേഷം കൊച്ചിയിൽ H&Mൽ വന്നിട്ട് കുറച്ച് ചെറിയൊരു പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇതുവരെയും H&M വന്നിട്ടില്ല, കൊച്ചിയിലേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുശേഷം നമ്മൾ അവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ നിന്നും ഡിന്നറൊക്കെ കഴിച്ചു. നമ്മൾ കുറച്ചധികം സീ ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ നെക്സ്റ്റ് പോകുന്നത് മധുരയിലോട്ടാണ്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം നമുക്ക് പഴനിയിലോട്ട് പോകണം. അവിടെയും നമുക്ക് ലെറ്റർ പൂജിക്കാറുണ്ടായിരുന്നു. ആക്ച്വലി ഇത് നമുക്ക് കുറച്ചുകൂടെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ ഒരു യാത്ര കുറച്ച് ഡിലേ ആയതാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് അവിടെ പഴനി കയറുന്നതിന് മുന്നേ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് 2 രീതിയിലാണ് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുക. ഒന്ന് കേബിൾ കാർ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ഉള്ള സ്റ്റെപ്സ് എടുത്തെടുത്ത് പോകേണ്ടി വരും. അപ്പം അവിടെ കൊച്ചിന് ചെറിയ പരിചയമുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ക്യൂവിൽ നിന്ന് കുറച്ച് നേരത്തേക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റിയായിരുന്നു. നമ്മൾ ചെന്നത് അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ലെറ്റർ പൂജിച്ച് ഒരു ഉച്ചയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് സാധിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്ന വഴിയിൽ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ലഞ്ചിൻ്റെ കാര്യത്തിൽ വലിയൊരു അബദ്ധം പറ്റിയത്, ഞാൻ കേർഡ് റൈസാണ് ഓർഡർ ചെയ്തത്. വളരെ നന്നായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷെ ചെറിയ രീതിയിലൊരു ഫ്ലോപ്പായിരുന്നു. അപ്പം ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ അവിടെ അതിഥിയൊക്കെ ഉണ്ടായിരുന്നു, അവരെ കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല. അങ്ങനെ കുറച്ച് നേരം അവരോടൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ വളരെ രസമായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ എപ്പോൾ അവിടെ പോയാലും പെട്ടെന്ന് തന്നെ സമയം പോവും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വരുന്ന വഴിയിൽ ഞങ്ങൾ ഡിന്നർ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ബദാം മിൽക്ക് ട്രൈ ചെയ്തിരുന്നു. ചിക്കുവിന് ഇവിടെയുള്ള ഫുഡ് സ്പോട്ട് എല്ലാം ഏകദേശം അറിയായിരുന്നു. ഇനി നമ്മൾ ലാസ്റ്റ് റൗണ്ട് ഓഫ് പർച്ചേസിലെത്തിയിട്ടുണ്ട്. നമ്മൾ വീടിനടുത്തുള്ള സ്വയംവരയിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഇതും ഏകദേശം ഒരു 12 മണിക്ക് തുടങ്ങിയ ഷോപ്പിംഗ് ആണ്. 7-8 മണിയായിട്ടും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ അത്യാവശ്യം വേണ്ടതെല്ലാം പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മുടെ വെഡ്ഡിങ് ആവശ്യമല്ല, അല്ലാണ്ട് നമുക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മാക്സിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഓഫർ നടക്കുമായിരുന്നു. അങ്ങനെ അവിടുന്ന് പർച്ചേസ് എല്ലാം കഴിഞ്ഞു. ഹായ് എവ്രിവൺ. സോ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വെഡ്ഡിങ് ഷോപ്പിംഗ് സീരീസാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എത്രാമത്തെ ഡേ ആണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. കുറേ ദിവസം കൊണ്ട് ഇത് തന്നെയാണ് പരിപാടി, ഷോപ്പിംഗ് ഷോപ്പിംഗ് ഷോപ്പിംഗ്. ആൻഡ് ഇപ്പോൾ ഏകദേശം നമ്മൾ എല്ലാവർക്കും ഉള്ളതൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ 2 പേരുടെയും കുറച്ച് ഡ്രസ്സസ് കൂടെ ഫൈനലൈസ് ചെയ്യാനുണ്ട്. ബാക്കി എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോസാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ പർച്ചേസ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചിക്കുനും പ്രഭുവിനുമായിട്ടുള്ള സേവ് ദ ഡേറ്റിൻ്റെ ഡ്രസ്സസൊക്കെ എടുക്കണമായിരുന്നു. അപ്പം ഇനി സേവ് ദ ഡേറ്റിന് കുറച്ച് ദിവസമേ ഉള്ളൂ, പക്ഷേ അവരുടെ ഔട്ട്ഫിറ്റ് ഒന്നും റെഡി ആയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നെല്ലാം എടുക്കും എന്നുള്ളൊരു വാശിയിലാണ്. അപ്പോൾ നമുക്ക് സേവ് ദ ഡേറ്റിൻ്റെ ഡ്രസ്സ് മാത്രമല്ല, ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് നളങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഔട്ട്ഫിറ്റും സെലക്ട് ചെയ്യാനുണ്ടായിരുന്നു.
അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഇറങ്ങിയതാണ്. ഇന്ന് നമ്മുടെ കൂടെ പൂർണിമയും വിഷ്ണു ചേട്ടനും താരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഇന്നും ഡ്രസ്സ് എടുക്കൽ ഇന്നെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയതെങ്കിലും ഇനി കുറച്ച് പെൻഡിങ് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ഇമ്പീരിയൽ കിച്ചണിൽ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റഷായിരുന്നു. ഇനി പ്രഭുവിൻ്റെ വെഡിങ് ഔട്ട്ഫിറ്റ് റെഡിയാക്കാനായിട്ട് നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് ആർച്ചേഴ്സ് ലോഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഫസ്റ്റ് സിറ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ സാരിക്ക് മാച്ചായിട്ടുള്ള ഒരു കുർത്ത ഡിസൈൻ ചെയ്യുമായിരുന്നു നമ്മുടെ ഐഡിയ. അതിനുശേഷം നമ്മൾ മെഹക്കിൽ വന്നിട്ടുണ്ടായിരുന്നു ചിക്കുവിൻ്റെ റിസപ്ഷൻ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഒറ്റ ദിവസമാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ വളരെ എന്താ പറയുക, ടയേർഡാണ് എല്ലാവരും. എന്നാലും നമുക്ക് എല്ലാ ടാസ്കും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പം ഓൾറെഡി ചിക്കുവിന് അത്യാവശ്യം കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ട്. അപ്പോൾ ഡിസൈനറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇനി ഞങ്ങളുടെ മെയിൻ ടാസ്ക് വരുന്നത്. ഇതെല്ലാം സോർട്ട് ചെയ്യണം. ഈ എടുത്ത ഡ്രസ്സുകളെല്ലാം കുറച്ച് പേർക്ക് ഗിഫ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെല്ലാം സോർട്ട് ചെയ്യുക എന്നുള്ളതൊരു വലിയ ടാസ്ക്കാണ്. അപ്പം ഞങ്ങളിതെല്ലാം കൂടെ നിരത്തി വച്ചപ്പോഴാണ് എത്രത്തോളം നമ്മൾ പർച്ചേസ് ചെയ്തു എന്നുള്ളത് തന്നെ നമുക്ക് തന്നെ ഒരു ഐഡിയ വരുന്നത്. അപ്പോൾ ഇനി ഇത് സോർട്ട് ചെയ്യുക എന്നുള്ളത് അതിനേക്കാൾ വലിയൊരു ടാസ്ക്കാണ്. അത് എന്തായാലും അച്ഛനും അമ്മയും കൂടെ ചെയ്തോളും, നമുക്കത് അറിയണ്ട. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. നമ്മൾ 4 പേരും കൂടെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഒരു ടൈമിനായിരിക്കും. യൂഷ്വലി ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞ് ടയേർഡായിട്ട് വന്നിരിക്കുന്ന ടൈമായിരിക്കും. അപ്പം ഇനി നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ നളങ്കിന് വേണ്ടിയിട്ട് ചിക്കുവിന് ഒരു തമിഴ് സ്റ്റൈൽ സാരി മേടിക്കണമായിരുന്നു. അപ്പോൾ അവളുടെ മൈൻഡിൽ ഒരു സാരി ഉണ്ട്. അപ്പോൾ അതുപോലത്തെ സാരി കിട്ടാനായിട്ട് ഞങ്ങൾ കുറച്ചധികം ഷോപ്സ് കയറി ഇറങ്ങേണ്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്കിനി ഇപ്പോൾ ഒരു കല്യാണം വരുന്നുണ്ട്, നമ്മുടെ കസിൻ്റെ കല്യാണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസും ഇതിനിടയ്ക്കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ അമ്മയ്ക്ക് കുറച്ച് സാരീസ് എടുക്കാനുണ്ടായിരുന്നു. പ്രഭു നളങ്കിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്ത ഷർട്ട് അതായിരുന്നു. ഇത് സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട് ഒരു ഗ്രാൻഡ് സേവ് ദ ഡേറ്റ് ഉണ്ട്. അപ്പോൾ 2 ഡ്രസ്സ് സെലക്ട് ചെയ്യണം. ഒരു ഡ്രസ്സ് എനിക്ക് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ സെക്കൻഡ് സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിനി ചിക്കുവിനുള്ള സാരി, അപ്പോൾ ചിക്കുവിനുള്ള സാരി ഓൾസോ ചിക്കു ഫൈനലൈസ് ചെയ്തു. അപ്പോൾ ഇതാണ് ചിക്കു എടുത്ത സാരി. ചിക്കുവിന് ഈ ചെക്ക് ഡിസൈൻ വരുന്ന സാരീസ് വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. പക്ഷേ അത് കിട്ടാൻ തന്നെ നമുക്ക് ശരിക്കും ബുദ്ധിമുട്ടേണ്ടി വന്നു. പോത്തീസിൽ തന്നെ പല പല സെക്ഷൻസിൽ കയറിയിട്ടാണ് കിട്ടിയത്. ഇനി നമുക്ക് പ്രഭുവിൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സിൻ്റെ മെഷർമെൻറ്റ്സ് കൊടുക്കാൻ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഗൈസ്? ഇന്നത്തെ ദിവസം നമ്മൾ പ്രഭുവിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തു അല്ലേ പ്രഭു? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പൊ നമ്മള് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ചല്ല, കുറെ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. രാവിലെ ഇറങ്ങി ഇപ്പൊ ഏകദേശം മണി 8:57, 9 മണി ആറായി. നിങ്ങൾ വീടെത്തിയിട്ടില്ല. എന്താണ് വീട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇനിയും ബാക്കി വിശേഷങ്ങൾ കാണാം. ബൈ. ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് ബ്ലൗസ് ഡിസൈൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ ബ്ലൗസ് ഡിസൈൻ ചെയ്യാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ ആറ്റിങ്ങിൽ ആപ്പിൾ ബൊട്ടീക്കിലാണ് കൊടുത്തിരിക്കുന്നത്. മാമിയുടെ ഡ്രസ്സും ഡിസൈൻ ചെയ്യാനുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ നളങ്കിനുള്ള വെന്യൂ ഒന്ന് കാണാനായിട്ട് പോവുകയാണ്. ഞാനിപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ടയേർഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നളങ്കിന് വേണ്ടിയിട്ടുള്ള വെന്യൂ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന വഴിയിൽ നമ്മൾ അൽസാജിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കും പ്രഭുവും കൂടെ നോക്കി വെച്ച ലൊക്കേഷൻ ഇതായിരുന്നു. അമ്മ വീടെന്ന് പറയും. അപ്പോൾ ട്രഡീഷണലി ഉള്ളൊരു ഹൗസാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു ഫങ്ഷൻ ചെയ്യുമ്പോൾ കുറച്ചധികം പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉള്ളത് കൊണ്ട് നമുക്ക് മറ്റൊരു ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഹോട്ടൽസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മെയിൻലി അപ്പോളോ ഡിമോറോയും അതുപോലെ ഹൈസെന്നും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഫൈനലൈസ് ചെയ്യാന്നുള്ളൊരു തീരുമാനമാണ്. എല്ലാ വീഡിയോസും ഞാനാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഒരു വീഡിയോയിലും ഞാനില്ല. ചിക്കൻ്റെ വീഡിയോ സങ്കടം. അപ്പോൾ ഞങ്ങൾ മിക്കവാറും ഇവിടെ അപ്പോളോ ഡിമോറോ ഫൈനലൈസ് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. എന്നാലും വീട്ടിൽ ചെന്ന് അമ്മയോട് കൂടെ ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ ഹൈസെന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രഭു വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എല്ലാവരുടെയും കൺവീനിയൻസ് നോക്കിയിട്ട് നമ്മൾ ലൊക്കേഷൻ തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഞങ്ങൾ പോകുന്നത് അവരുടെ സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ലൊക്കേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ചിതറാലാണ് നമ്മൾ നോക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ എങ്ങനെയൊക്കെയാണ്, ഇവർ രണ്ടുപേരും ചിതറാൽ പോയിട്ടില്ല, അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളതൊന്നും അറിയാൻ വേണ്ടി നമ്മൾ ഒരു സൺഡേ നോക്കിയിട്ട് ചിതറാലിലോട്ട് വിടുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം വെയിലുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇതാണ് ചിതറാൽ റോക്ക് ടെമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ ഷൂട്ടിംഗ് അങ്ങനെ പ്രൊഹിബിറ്റഡ് ആണെന്നൊന്നും പറയുന്നില്ല, നമുക്ക് ഷൂട്ട് ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും അവർ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഫോട്ടോഗ്രാഫറിനും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സേവ് ദ ഡേറ്റ് പ്ലാൻ ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ്. ഞാൻ ഓൾറെഡി ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കോഫി ഡേയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് കാര്യങ്ങളിവിടെ ഒന്ന് ഫൈനലൈസ് ചെയ്യാനുണ്ട്. അതിനുശേഷം ഞങ്ങൾ വേറൊരു ദിവസം ഇറങ്ങിയിട്ട് എനിക്കും വെഡിങ്ങിനുള്ള ബ്ലൗസ് ഡിസൈൻ ചെയ്യാനുണ്ടായിരുന്നു. നമ്മളിവിടെ ട്രിവാൻഡ്രത്തുള്ള അമൂലിക്കയിലാണ് വന്നിട്ടുള്ളത്. അപ്പം അതുകൂടെ കൊടുക്കുമ്പോൾ എൻ്റെ ഒരുവിധമുള്ള ടാസ്ക് എല്ലാം കഴിയും. അപ്പോൾ നമ്മൾ ബ്ലൗസൊക്കെ കൊടുത്തു. യെസ്, ബ്ലൗസ് കൊടുത്തു. നെക്സ്റ്റ് പരിപാടി നമുക്ക് സജിൻ്റെ കല്യാണത്തിന് റിസപ്ഷന് ഡ്രസ്സ് എടുക്കണം. പിന്നെ പറയാൻ പറ്റിയ പർച്ചേസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് അടുത്ത പരിപാടി. ഓക്കെ, ഇതിനിടയ്ക്ക് ഞാനും ചിക്കും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രഭുവിൻ്റെ ബർത്ത്ഡേ വരാണ്. അപ്പോൾ ചിക്കുന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രഭുവിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷൂസ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നെക്സ്റ്റ് പരിപാടിക്ക് വന്നു. ഇതും ഞാൻ സ്കൂൾ കഴിഞ്ഞിട്ട് വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഗോൾഡ് പർച്ചേസിനാണ് വന്നിരിക്കുന്നത്. വെരി സ്പെഷ്യൽ ഡേ. എൻ്റെ കല്യാണത്തിൻ്റെ ഗോൾഡൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ജോയലുക്കാസിൽ വന്നിരിക്കുകയാണ്. ഹാപ്പി. ചിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ശരിക്കും ഇതും ഒരു ടാസ്ക്കാണ്. അവൾക്ക് എല്ലാത്തിനും കുറച്ച് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. ഈ സെലക്ഷൻ വളരെ വലിയൊരു ടാസ്ക്കാണ്. നമ്മൾ കുറേ പേരുള്ളത് കൊണ്ട് ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് അടുത്ത ആൾക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മളൊരു സെറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ദേവും അമ്പാടി ഞങ്ങളെല്ലാവരും വളരെ ടയർഡായിട്ട് നിൽക്കുകയാണ്. കാരണം എല്ലാവരും സ്കൂൾ കഴിഞ്ഞിട്ട് അതുപോലെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് അമ്പാടിയും കണ്ണമ്മാവനും എല്ലാവരും ഇയർ പിയേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മാമി നോസ് പിയേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞ് പർച്ചേസും കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ഒരു കുർത്ത എടുക്കാനായിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് ഞങ്ങൾ പ്രഭുവിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ചിക്കുവിൻ്റെ ബ്ലൗസ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടുള്ളതിലൊക്കെ ചിക്കുവിനോടൊപ്പം ഞാനില്ലായിരുന്നു, കാരണം ചിക്കുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ രണ്ടും കൂടെയാണ് ഫുൾ പർച്ചേസിന് വേണ്ടി പോയത്. എനിക്ക് പകരം ലക്ഷ്മിയാണ് കൂടെ പോയത്. അപ്പോൾ പ്രഭുവിൻ്റെ ഔട്ട്ഫിറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ വെഡ്ഡിങ് ലുക്ക് വരിക. അപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ ഓരോ ഒരുക്കങ്ങളായിട്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി വന്നത് എനിക്ക് വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു. കാരണം ഞാനും ഇച്ചിരി ബിസി ആയിട്ടുള്ളൊരു ടൈമായിരുന്നു. അപ്പം ചിക്കുവിനോട് കൂട്ടിന് ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ പ്രിൻസ് വരികയാണ്. അപ്പോൾ ഇനി പ്രിൻസിനെ കൂട്ടാനായിട്ട് പോകും. പ്രിൻസിനോടൊപ്പം പ്രിൻസിൻ്റെ 2 ഫ്രണ്ട്സും കൂടെ കല്യാണം കൂടാൻ വേണ്ടി വരുന്നുണ്ട്. ഇതിനിടയ്ക്കൊരു ടെസ്റ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നു കാറിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം ഷോപ്പിങ്ങിലാണ്. കുറച്ച് എന്താ പറയുക, കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളൂ. സോ ഇനി ഒരു 2 days കൂടെ കഴിയുമ്പോൾ നമ്മുടെ നളൻ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ ലിറ്ററലി വെഡ്ഡിങ് സെറിമണി, നമ്മൾ ആ ഒരു വെഡ്ഡിങ് ഫങ്ഷൻ സ്റ്റാർട്ടായി അല്ലേ. സോ നമുക്ക് വിശേഷം കാണാം. നമ്മൾ അമ്മയ്ക്കൊരു ബാഗ് മേടിക്കാൻ വേണ്ടി ലോണിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ബാഗ് പർച്ചേസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 1-2 സാധനങ്ങളും കൂടെ നമുക്ക് അല്ലാണ്ട് മേടിക്കാനുണ്ടായിരുന്നു. ഗോൾഡ് നമുക്ക് ജ്വല്ലറിയിൽ നിന്ന് എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെയാണ്. അതിനുശേഷം ഇതിനിടയ്ക്ക് ചിക്കുവിൻ്റെ സേവ് ദ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സേവ് ദ ഡേറ്റിൻ്റെ പിക്ചേഴ്സ്. അധികം ഷൂട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ഒരു സേവ് ദ ഡേറ്റും കൂടെ ഉണ്ടായിരുന്നു. അത് ഇതായിരുന്നു, നമ്മൾ നേരത്തെ കണ്ട ലൊക്കേഷനിൽ ചിതറാൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള സേവ് ദ ഡേറ്റാണിത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊക്കെ പർച്ചേസ് ചെയ്യണം. ഇതാണ് ചിക്കുവിൻ്റെ റിസപ്ഷൻ ഔട്ട്ഫിറ്റ് വരുന്നത്. അപ്പോൾ റിസപ്ഷൻ ഔട്ട്ഫിറ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പോയി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ പ്രീവിയസ് ഡേ ഇടാനുള്ളതും എൻ്റെ കുറച്ച് ഡ്രസ്സസും കളക്ട് ചെയ്യാനായിട്ടുണ്ട്. അതൊക്കെയാണ് ഇനി വരുന്ന നെക്സ്റ്റ് പരിപാടി. അപ്പോൾ ഇതാണ് ചിക്കുവിൻ്റെ പ്രീവിയസ് ഡേ ഔട്ട്ഫിറ്റ്. എല്ലാവരും ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടൊരു പാകിസ്ഥാനി സ്റ്റൈലിലാണ് ചിക്കു ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെറൈറ്റി കൊണ്ടുവരുമ്പോൾ അറിയാമല്ലോ, കുറച്ച് പേർക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും, കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടാൻ കുറച്ച് പ്രയാസമായിരിക്കും. എനിവേ നന്നായിരുന്നു. ഇനി ഇത് ഇവരുടെ ഒരു ഡാൻസ് റിഹേഴ്സലാണ്. നമ്മുടെ നളങ്ക് ഫംഗ്ഷന് വേണ്ടിയിട്ട് ചിക്കും പ്രഭുവും ഡാൻസ് ചെയ്യുന്നുണ്ട്, കുഞ്ഞ് ഡാൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇനി നമ്മൾ കാർ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ചിക്കു അച്ഛനും അമ്മയും ഒരു കാറിലും ഞാനും ഫ്രണ്ട്സൊക്കെ വേറൊരു കാറിലുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇതിനിടയ്ക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. പ്രിൻസിന് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അപ്പം അത് ഞങ്ങൾക്ക് ചെയ്യണം. അതുകൊണ്ട് ഞങ്ങൾ രണ്ടായിട്ട് പോകുകയെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഷോറൂമിലെത്തി. അപ്പോൾ ഇവരുടെ ഷോറൂമിലെ ഫസ്റ്റ് കാർ ഡെലിവറി ഞങ്ങളുടെ ആയിരുന്നു. അങ്ങനെ നമ്മൾ കാറൊക്കെ ഇറക്കിയതിന് ശേഷം അവർ കുറഞ്ഞ് ഒരു ഡ്രൈവൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇനിയും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. കാറ് കോവിലിൽ കൊണ്ടുപോയി പൂജിക്കൊക്കെ വേണം. അപ്പം അതിന് മുന്നേ ഞങ്ങളിപ്പോൾ കാറിപ്പോൾ എടുക്കുന്നില്ല, ഇപ്പോൾ ഷോറൂമിൽ തന്നെ ഇട്ടേക്കാണ്. ഇനി കല്യാണത്തിൽ നിന്ന് രാവിലെ ഇവിടുന്ന് തന്നെ നമുക്ക് ഓഡിറ്റോറിയത്തിലോട്ട് കൊണ്ടെത്തിക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഡേ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നളങ്ക് ഫംഗ്ഷനാണ്. അപ്പം ചിക്കു രാവിലെ തന്നെ പാർലറിൽ പോയിട്ട് തമിഴ് സ്റ്റൈലിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫോട്ടോഷൂട്ടിനായിട്ട് ചിക്കുവും പ്രഭുവും ഡയറക്റ്റ് ഹോട്ടലിലോട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് ഡിലേ ആയി. അങ്ങനെ കല്യാണത്തിൻ്റെ ഫസ്റ്റ് ഫങ്ഷനായിട്ടുള്ള നളങ്ക് സെറിമണി. നളങ്ക് എന്ന് പറയുമ്പോൾ ലൈക്ക് തമിഴ്നാട്ടിലൊക്കെയാണ് കൂടുതലും നടക്കാറുള്ളത്. നമ്മൾ ഹൽദി തന്നെ, പക്ഷേ ഇവർക്ക് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഇവർ തന്നെ റിസർച്ച് ചെയ്തെടുത്തു. അപ്പം നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സും റിലേറ്റീവ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വളരെയധികം നല്ലൊരു ദിവസമായിരുന്നു. അതിനുശേഷം ഇനി നമ്മുടെ നെക്സ്റ്റ് സെലിബ്രേഷൻ വരുന്ന പ്രീവിയസ് ഡേ റിസപ്ഷനാണ്. അപ്പം വളരെയധികം എൻജോയ് ചെയ്തു എല്ലാവരും. അപ്പം നമ്മുടെ ഈ ഫംഗ്ഷന് കുറച്ച് മാറ്റം കൂട്ടാൻ വേണ്ടിയിട്ട് പ്രിൻസിൻ്റെ 2 ഫ്രണ്ട്സും അതുപോലെ പ്രഭുവിൻ്റെ ഒരു ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു. UK നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പം അവർക്ക് ഇതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാം ഒന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറേയധികം നമ്മൾ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങളെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ കുറേയധികം പ്രോഗ്രാംസ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചിക്കുൻ്റെ പ്രഭുവിൻ്റെ ഒരു കുഞ്ഞ് ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാക്സിമം ഓഡിയൻസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള കുറേയധികം ഗെയിംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ തമ്മിൽ കുറേയധികം ഗെയിംസ് ഉണ്ടായിരുന്നു. അതിൽ വൺ ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് ഗെയിമായിരുന്നു ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. പിന്നെ ഓഡിയൻസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സുന്ദരിക്ക് പൊട്ടുതൊടൽ, അങ്ങനെയുള്ള കുറച്ച് ഗെയിംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെയധികം രസകരമായിട്ടുള്ള കുറച്ച് ഗെയിമിംഗ് സെഷനായിരുന്നു അതൊക്കെ. അങ്ങനെ അതിനുശേഷം ഇനി നമുക്ക് കുറച്ച് ദിവസം കൂടെ ഉണ്ട് നമ്മുടെ ഫംഗ്ഷന്. ഇതിൻ്റെ ഇടയ്ക്ക് ഹൽദി, ഞങ്ങളുടെ വീട് ഡെക്കറേറ്റ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു ഉത്സവം വൈബ് ഉണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് ചിക്കുവിന് നമ്മളൊരു ബ്രൈഡൽ ഷവർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ്. കേക്കും പിന്നെ കുറച്ച് ബൊക്കേസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോഴേക്കും വീട്ടിലെല്ലാം അത്യാവശ്യം ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതായത് നമ്മുടെ കല്യാണത്തിൻ്റെ തലേക്കും തലേ ദിവസമാണ്. അന്ന് കൂടി ഞങ്ങൾ വീടിനകത്ത് ഇരുന്നിട്ടില്ല ലിറ്ററലി. അപ്പം അന്നും ഓരോ സാധനങ്ങൾ മേടിക്കാനായിട്ട് പുറത്തോട്ട് പോകുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ചിക്കുവിൻ്റെ ഫ്രണ്ട്സ് അത്യാവശ്യം കുഞ്ഞു രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇനി ഞങ്ങൾ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ്, അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുക്കുക, ഇത് തന്നെയാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. അങ്ങനെ നമ്മുടെ ബ്രൈഡൽ ഷവറും കഴിഞ്ഞു. നമ്മൾ ഈ ബ്രൈഡൽ ഷവർ കുറച്ച് നാൾ മുന്നേ പ്ലാൻ ചെയ്തെങ്കിലും എല്ലാവരെയും അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് കല്യാണത്തിൻ്റെ തലേ ദിവസം ആയി. അപ്പോൾ ചിക്കുൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് മിസ്സിങ് ആണ്. എല്ലാവരും നാളെ രാവിലെ എത്തത്തുള്ളൂ. പക്ഷെ നമുക്ക് നാളെ രാവിലെ ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് പിരിഞ്ഞു. അതിനുശേഷം ഇനി നമ്മൾ നെക്സ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ കല്യാണ തലേന്നാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉറക്കമായൊരു 10-11 മണിയായപ്പോൾ അവിടെ ഡെക്കറേഷൻസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡെക്കറേഷൻസൊക്കെ എങ്ങനെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പണി നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അതൊക്കെ ഒന്ന് കണ്ടിരിക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇനി ഇവിടെ ചെയറൊക്കെ വരുമ്പോൾ മൊത്തത്തിൽ മാറും. 2 സ്റ്റേജാണ് നമുക്ക് വരാം. അപ്പോൾ നാളെ നമ്മൾ കാത്തിരുന്ന പ്രീവിയസ് ഡേയുടെ റിസപ്ഷനാണ് ഗൈസ്. ചിക്കുവാരി എക്സൈറ്റഡ്? പേടിയുണ്ടോ? പേടി ഇപ്പോൾ ഇല്ല, നാളെ കണ്ടിട്ട് പേടിയാവുന്നില്ലേ? ചെറുതായിട്ട്. അപ്പോൾ ഇന്ന് ചിക്കുവിൻ്റെ ബാല്യകാല ഫ്രണ്ട്, ചിക്കുവിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, കുഞ്ഞിലെ തൊട്ടേ അവരൊരുമിച്ച് കളിച്ച് വളർന്ന ആളാണ്. അപ്പം ഇന്ന് അമ്മു ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ചിക്കുവിനുണ്ട്. ഞാൻ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്രിൻസിൻ്റെ വീട്ടിലോട്ട് പോകും. കാരണം വീട് നിറയെ ആളാണ്. ഇത് എനിക്ക് കൂടെ കിടക്കാനുള്ള സ്ഥലം വീട്ടിലില്ല. അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഒരു 10-12 മണിയോടുകൂടി എല്ലാവരും കിടന്നായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ചിക്കുവിൻ്റെ ഫ്രണ്ട് ശ്രീ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ചിക്കുവും ഞാനും പാർലറിലോട്ട് പോവുകയാണ്. അപ്പോൾ ചിക്കു ഒന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ പാർലറിൽ. ഞാൻ വേറൊരു പാർലറാണ് പോയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ഞാനൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ചിക്കുവിൻ്റെ കല്യാണമാണല്ലോ. അപ്പോഴത്തേക്കും ചിക്കുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചിക്കുവിൻ്റെ കൂടെ പഠിച്ച തമിഴ്നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ചിക്കുവിൻ്റെ 2-3 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ചിക്കുവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. അപ്പം ഞങ്ങളെക്കാളും കൂടുതൽ എക്സൈറ്റഡ് സത്യം പറഞ്ഞാൽ അവരായിരുന്നു അവളുടെ വെഡ്ഡിങ്ങിന്. പിന്നെ ഞാൻ എത്താൻ കുറച്ചൊന്ന് ലേറ്റായിട്ടുണ്ട്. ചിക്കു എത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എത്തിയത്. അപ്പോൾ ഇതാണ് എൻ്റെ പ്രീവിയസ് ഡേ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും റെഡി ആയിട്ട് ഇനി ഞങ്ങൾ ഡയറക്റ്റ് സ്റ്റേജിലോട്ട് പോവുകയാണ്. അവിടെ ഇനി ചിക്കുവിന് സാരി കൊണ്ടുവരുന്നൊരു ചടങ്ങുണ്ട്. പിന്നെ അത്യാവശ്യം നമ്മുടെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവിടെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് കുറച്ച് സ്റ്റേജ് ഷോസൊക്കെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ പരിപാടി എല്ലാം കഴിഞ്ഞു. അധികം ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കിട്ടിയ ഗിഫ്റ്റൊക്കെ ഞങ്ങൾ അപ്പം തന്നെ അൺബോക്സ് ചെയ്തു. കുറേയൊക്കെ അപ്പം തന്നെ അൺബോക്സ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഇനിയിപ്പോൾ നാളെ നമ്മുടെ ബിഗ് ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും എക്സൈറ്റഡ് ആണ്. നേരത്തെ കിടന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചു. ലിറ്ററലി ആരും ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ രാവിലെ എണീറ്റ് ചിക്കു പാർലറിൽ പോയി, ഞാനും പാർലറിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കുവിനെ കൂട്ടായിട്ട് നമ്മുടെ 2 മമ്മമാർ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ചിക്കുവിനെ പിക്ക് ചെയ്യുന്നത് ഞാനും ഫ്രണ്ട്സും കൂടെയാണ്. അപ്പം ചിക്കു റെഡി ആയിട്ട് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 5 to 10 minutes ഡിലേ ആയായിരുന്നു. അപ്പം ചിക്കുവിനെ ഫസ്റ്റ് കണ്ടത് ചേട്ടനാണ്. അപ്പം ലിറ്ററലി ഞാൻ വണ്ടിക്കകത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനും വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു എങ്ങനെയായിരിക്കും ലുക്ക് എന്നുള്ളതിൽ. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് അവോക്കിയിലാണ്. അവോക്കിയിലൊരു കുഞ്ഞ് ഫോട്ടോഷൂട്ട് ഉണ്ട്. അപ്പോൾ അവിടെ ലക്ഷ്മിയും പ്രമിയും വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ ഡയറക്റ്റ് വരികയാണ്. ഇനി അധികം വീഡിയോസൊന്നും ഇല്ല. അവിടെ നമ്മൾ കുറച്ച് ടെൻഷനും കുറേയധികം എക്സൈറ്റ്മെൻറ്റും ഓടുകൂടി നമ്മൾ കാത്തിരുന്ന ദിവസമാണ്. നമുക്ക് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം തിരക്കാണ്. കുറേ റിലേറ്റീവ്സൊക്കെ വരും. അപ്പോൾ എല്ലാവരെയും കണ്ട് നമ്മൾ അവരോട് സംസാരിക്കണം. അങ്ങനെ ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് വീഡിയോസ് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ചിക്കു കുറേയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്ലിപ്സൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പം നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കല്യാണത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി ദിസ് ഇസ് ദ ബ്രൈഡൽ എൻട്രി. അപ്പം ശരിക്കും ചിക്കു ഈ ഒരു ടൈമിലൊക്കെ ഭയങ്കര നെർവസ് ആയെന്ന് തോന്നുന്നു. കാരണം ഇത്രയും ക്രൗഡിനെയൊക്കെ കണ്ടപ്പോൾ ചിക്കു മാത്രമല്ല ഞങ്ങളും. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ കാത്തിരുന്ന നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ കല്യാണ സദ്യയൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് കഴിക്കുന്നത്, വളരെയധികം റിലാക്സ്ഡ് ആയിട്ട്.
സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കല്യാണത്തിന് കൂടി ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് കഴിച്ചിട്ടില്ല. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ഫംഗ്ഷനും കൂടെ ഉള്ളൂ, അതായത് വെഡ്ഡിങ് റിസപ്ഷനാണ്. നമ്മൾ കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് റിസപ്ഷനൊക്കെ വരുന്നത്. അപ്പം റിസപ്ഷനോട് കൂടി നമ്മുടെ കല്യാണത്തിൻ്റെ ആഘോഷം അവിടെ കഴിയാണ്.